ചേട്ടാ, ലോകത്ത് കുറേയധികം ക്രൂര ഭരണാധികാരികളുണ്ട്. നമ്മുടെ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലുണ്ട് ഒരു ക്രൂരനായിട്ടുള്ള ഭരണാധികാരി. അദ്ദേഹത്തിൻ്റെ പേര് യോഗി ആദിത്യനാഥ് എന്നാണ് പലരും ആരോപിക്കുന്നത്. ഇങ്ങനെ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. 2017 മുതൽ ഈ കാലഘട്ടം വരെ UP പോലീസ് നടത്തിയിരിക്കുന്ന ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളെക്കുറിച്ചാണ് ആ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഗ്യാങ്ങുകളെ, ഗുണ്ടകളെ, അനുസരണശീലമില്ലാത്ത ആളുകളെയൊക്കെ തട്ടിക്കളയുക, കൊന്നുകളയുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഒരു രീതി എന്ന് പറയുന്നത്. എന്താണ് ഈ പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്? പുതിയ റിപ്പോർട്ട് പറയുന്ന കണക്കുകളെന്ന് പറയുന്നത്, കഴിഞ്ഞ തവണ ഈ ഉത്തർപ്രദേശിൽ നടന്നിട്ടുള്ള എൻകൗണ്ടറുകൾ മാത്രം 17,403. അതായത് 2017 മുതൽ ഇപ്പോൾ ഇതുവരെയുള്ള 9 കൊല്ലങ്ങളിലെ റിപ്പോർട്ടാണ്. അതായത് 17,043 എൻകൗണ്ടറുകൾ നടന്നിട്ടുണ്ട്. അതിൽ 289 ക്രിമിനൽസിനെ ഓൾറെഡി തട്ടിക്കളഞ്ഞിട്ടുണ്ട്. കൊടും ക്രിമിനലുകളാണ് എന്നാണ് അവർ പറയുന്നത്. വലിയ ഹാർഡ് കോർ ആയിട്ടുള്ള ക്രിമിനൽസാണ്. കൂടാതെ 11,834 പേർക്ക് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട്. ഇഞ്ചുറീസ് എന്ന് പറയുന്നത് നിസാര ഇഞ്ചുറീസ് അല്ല, വലിയ തോതിലുള്ള ഇഞ്ചുറീസ് ഉണ്ടായിട്ടുള്ളവർ അതിനകത്തുണ്ട്. പിന്നെ അതുകൂടാതെയുള്ള ഏറ്റവും വലിയ ഈ പീരീഡിൽ തന്നെ 34,253 പേരെ ഇവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 18 പോലീസുകാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ 1,852 പേര് ഇഞ്ചേർഡ് ആയിട്ടുണ്ട്. ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവരുടെ ഹൈക്കോടതി തന്നെ ഇത് എന്താണ് ഈ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ മീററ്റ്, അതുപോലെ തന്നെ വാരണാസി, ആഗ്ര, ഞാനിപ്പോൾ അത് മുഴുവൻ പറയുന്നില്ല, ഇതാണ് ഇതിൻ്റെ ടോട്ടൽ. ഇത്തരത്തിലുള്ള പല സ്ഥലങ്ങളും തിരിച്ചുള്ള റിപ്പോർട്ടുകൾ വരെയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു എൻകൗണ്ടർ കില്ലിങ്ങുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നോക്കണ പോലെയുള്ള ഒരു പ്രതിഭാസം മാത്രമല്ല. കാരണം ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ദേഷ്യവും ഇത് നിയമം കയ്യിലെടുക്കുന്നതൊക്കെ തോന്നും. പക്ഷെ അവിടെ അങ്ങനെയല്ല. അവിടെ ഇതിന് വലിയ തോതിൽ കയ്യടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിവിടെ മൂന്നാർ കുടിയൊഴിപ്പിക്കൽ ഉണ്ടായപ്പോൾ അനധികൃത കെട്ടിടങ്ങൾ ഇടിച്ചു കളഞ്ഞപ്പോൾ ജനങ്ങൾ എങ്ങനെയാണോ കൈയടിച്ചത്, അതുപോലെ തന്നെ അവിടെ ഗുണ്ടകളെ പിടിക്കുന്നു, വലിയ ഗ്യാങ്സ്റ്ററിനെ പിടിക്കുന്നു, ആ ഗ്യാങ്സ്റ്ററിൻ്റെ വീടുകൾ ഇടിച്ചു നിരത്തി കളയുന്നു എന്ന് പറയുമ്പോൾ വലിയ കൈയടി കിട്ടിയതാണ്. അതിനെയാണ് ബുൾഡോസർ രാജ് എന്ന് പറയുന്നത്. ഇപ്പോൾ എൻകൗണ്ടർ കില്ലിംഗ് ആണ്. അതായത് ഇവരെ വിളിച്ച് ജയിലിനകത്താക്കുക എന്ന് പറഞ്ഞാലും ജയിലിനകത്തിരുന്നും ഇവർ ഭരണം നടത്തിക്കൊണ്ടിരിക്കും. ഇത് കേൾക്കുമ്പോൾ കേരളത്തിലുള്ള മലയാളികൾ വിചാരിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല. അവിടെ ഒരു ഗുണ്ട ഗ്യാങ് എന്നൊക്കെ പറഞ്ഞാൽ മിനിമം ഒരു 300-400 പേരാണ്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ഗുണ്ട ഗ്യാങ്ങുകൾ 400 പേര്, 500 പേര്, അവർക്ക് ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് വലിയ തോതിൽ രാഷ്ട്രീയമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ജനങ്ങളാകെ ഭയചകിതരായിരുന്നു. ഇപ്പം ഞാൻ തന്നെ നമ്മളീ പറയുന്ന പോലെ സലൂണിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിലൊക്കെ പോകുമ്പോൾ അവിടെ തന്നെയുള്ള ഗൗതം അറിയേണ്ടത്, ഈ ഉത്തർപ്രദേശിൽ നിന്നൊക്കെയുള്ള നിരവധി ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ നമ്മൾ ചോദിച്ചു നോക്കിയാൽ ഈ യോഗി ആദിത്യനാഥ് ഗവൺമെൻറ് ഏറ്റവും വലിയ നേട്ടമായിട്ട് അവർ പറയുന്നത് ജനങ്ങൾക്ക് കുറെ കൂടി സുരക്ഷ ഉറപ്പുവരുത്തി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അവിടെ നിന്നിരുന്ന ഒരു സിറ്റുവേഷൻ കൂടി മനസ്സിലാക്കണം. അവിടെ ഗുണ്ടകൾക്ക് പോലീസ് സ്റ്റേഷനിൽ കയറുന്നതോ ജയിലിൽ പോകുന്നതോ ഒന്നും പ്രശ്നമല്ലായിരുന്നു. കാരണം ജയിലിൽ പോലും കാശ് കൊടുക്കുകയും ഇവരുടെ അനുയായികൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ സൗകര്യങ്ങൾ കിട്ടുമായിരുന്നു. ഇപ്പം തന്നെ നമുക്കറിയാലോ, ലോകത്ത് തന്നെ അറിയപ്പെടുന്ന കാനഡയിലുള്ള അത്തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങൾ ഇവർക്കെല്ലാം തന്നെ ജയിലിൽ പോവുകയും തിരിച്ചിറങ്ങി വരികയും ജയിലിനകത്ത് നിന്ന് പദ്ധതികൾ ഓപ്പറേറ്റ് ചെയ്യുകയും വലിയ സ്വാതന്ത്ര്യം അവിടെ കിട്ടുകയും പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് പോലീസുകാരും വഴങ്ങി കൊടുക്കുകയും ഇനി വഴങ്ങി കൊടുക്കാത്ത പോലീസുകാരെ ഇവർ കൊന്നുകളയുകയൊക്കെ ചെയ്യുന്ന വലിയ തോതിലുള്ള ഗുണ്ടാ സംഘങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് ഇവരൊക്കെ തീറ്റിപ്പോറ്റുന്നത്, നിയമത്തിൻ്റെ കണ്ണിൽ കുറ്റവാളിയാണെന്നൊക്കെ വിധിക്കാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് പറയുന്ന ഒരു തോന്നൽ നേരത്തെ തന്നെ ജനത്തിനുണ്ടായിരുന്നു. അപ്പോൾ ആ തോന്നലിനൊപ്പിച്ച് യോഗി ആദിത്യനാഥ് നീങ്ങാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം തന്നെ ഗൗതത്തിനോട് പറയുന്ന ഈ കണക്കുകൾ തന്നെ ഔദ്യോഗിക കണക്കാണ്. 289 ആളുകളെ കൊന്നു എന്ന് പറയുന്നത് ചില റിപ്പോർട്ടുകളിലുള്ള ഔദ്യോഗിക കണക്കുകളാണ്. കണക്കുകളില്ലാത്ത കാര്യം ഞാൻ ഗൗതത്തിനോട് പറയാം. നിരവധി പേര് അവിടെ നിന്ന് മിസ്സിങ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗുണ്ടാ സംഘങ്ങളിലെ ഏറ്റവും വലിയ ഹാർഡ് കോർ ആയിട്ടുള്ള ഗ്യാങ്സ്റ്ററൊക്കെയാണ് പിടിക്കുന്നത്. ആ പിടിക്കുന്നത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്യാങ്ങിലുള്ള നിരവധി പേർ മറ്റു പല സ്ഥലങ്ങളിലും കേരളത്തിലും മറ്റു പല ബാംഗ്ലൂരും ഒക്കെ ചെന്ന് ജോലിയെടുത്ത് ജീവിക്കുകയോ അല്ലെങ്കിൽ അവരെ തട്ടിക്കളഞ്ഞതിന് ശേഷം ബോഡി കിട്ടാതിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എൻകൗണ്ടർ കില്ലിംഗാണ്. ഇതിൽ ഏറ്റവും വലിയ അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്ന്, ഇത് നിയമം കയ്യിലെടുക്കുന്നതാണ്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നാളെ ഗവൺമെൻറ്റിന് ആരെ വേണമെങ്കിലും കൊലപ്പെടുത്താമെന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ട്. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ ഗോതവിൻ്റെ? ഇതിൻ്റെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇതാദ്യം യോഗി ആദിത്യനാഥ് അടക്കമുള്ള ആളുകളും അവരുടെ ഗവൺമെൻറ്റും ഇതൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് ഇത്തരത്തിലുള്ളൊരു പദ്ധതി നടപ്പാക്കി. ആ നടപ്പാക്കിയതിനൊരു വലിയ ദുരന്തമുഖവും കൂടിയുണ്ട്. ഓരോ പോലീസ് കമ്മീഷണർക്കും ഓരോ SP-ക്കും ഒക്കെ വേണമെങ്കിൽ മറ്റാരുടെങ്കിലും പണം മേടിച്ച് വേറൊരു ഗ്യാങ്സ്റ്ററെ കൊല്ലാന്ന് പറയുന്ന രീതിയും ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇതങ്ങേറ്റം നമുക്കിപ്പോൾ ഒരു ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഇത് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല.
ഇപ്പൊ ഉത്തർപ്രദേശിലെ ഹൈക്കോടതി തന്നെയാണ് ചോദിച്ചേക്കുന്നത് നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്. കാരണം ഒരു ദിവസം 5 പേരെ വീതമാണ് ഇതുപോലെ തട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 2017 കണക്കിലെടുത്താൽ 5 എൻകൗണ്ടേഴ്സ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പെർ ഡേ. അപ്പൊ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജും ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഭരണം കയ്യിലെടുക്കാനും ആരെ വേണമെങ്കിലും തട്ടിക്കളയാനും വരുന്ന സ്ഥിതിവിശേഷം കൂടി. സ്ത്രീകളടക്കം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പം സുഖമായിട്ട് പഴയ ഒരു യു പി അല്ല, എന്താണ് ലാലു പ്രസാദ് യാദവിന്റെ ഒരു എന്താണ് അങ്ങനത്തെ ഒരു സ്വഭാവം യു പിയും പൂർണ്ണമായിട്ടും മാറിയിരിക്കുന്നു. അല്ല, ഒരു സേഫ് സോൺ ആയിട്ട് യു പിയെ മാറ്റാനായിട്ട് യോഗിക്ക് സാധിച്ചിരിക്കുന്നു എന്ന് പറയുന്നൊരു ഇതുണ്ട്. അല്ല അങ്ങനെ ഒരു പൊതുവെയുള്ള ഒരു ജനവികാരത്തിൽ ഈ കൊല്ലപ്പെട്ട ആരും തന്നെ ഇപ്പൊ അത് പക്ഷെ കേരളത്തിൽ ചെയ്താലും കയ്യടി കിട്ടും, ലോകത്ത് എവിടെ ചെയ്താലും കയ്യടി കിട്ടും. ഇപ്പൊ നമുക്കറിയാലോ ബലാത്സംഗമൊക്കെ ചെയ്തിട്ടുള്ള ആളുകളെ തട്ടിക്കളയുമ്പോഴത്തേക്കും വലിയ കയ്യടി കിട്ടുകയും വീരാരാധന ഒന്നൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഡേഞ്ചർ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ മറവിൽ വേറെ സാധാരണക്കാരായ ആളുകളോട് അവർക്ക് ദേഷ്യമുള്ളവരോടൊക്കെ ഇത് ചെയ്യാന്നുള്ള ഒരു കാലം കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും ഒക്കെ വരും. അതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. കേരളത്തിൽ പോലും ഇപ്പോൾ ഒരു വലിയ ഗ്യാങ്സ്റ്ററെ പിടിച്ചത് പോലീസ് ഒരു എൻകൗണ്ടറിൽ തട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ ആ പോലീസുകാരന് ഒരു വീരപരിവേഷമായിരിക്കും യഥാർത്ഥത്തിൽ കിട്ടുക. പക്ഷെ കേരളത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പുറത്ത് അന്വേഷണം വരും, വലിയ പ്രശ്നങ്ങൾ വരും, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ആരും ഇത് എന്ത് ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട പരാതി കൂടി അവിടെ ഉണ്ട്. അത് BJP-യോടും യോഗി ആദിത്യനാഥിനോടും അവരുടെ രാഷ്ട്രീയത്തോടും ചേർന്ന് നിൽക്കുന്നവർക്ക് ഇതൊന്നും അനുഭവിക്കേണ്ടി വരില്ല. ആ ഒരു പരാതി കൂടെ ഇവിടെ ഉണ്ട്. പലപ്പോഴും ഇതൊരു സമാജ്വാദി പാർട്ടിയുടെയോ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന മുലായം സിംഗ് യാദവിൻ്റെയോ ഇത്തരത്തിലുള്ള പാർട്ടികൾ അവരോടൊപ്പം നിന്ന ഗുണ്ടകൾക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഇൻഡിപെൻഡൻ്റായി നിൽക്കാൻ പറ്റുന്ന ഇവരോട് എതിർത്തിട്ട് വന്ന ഗുണ്ടകൾക്കൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വലിയ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിയുടെ ഇടപെടേണ്ടതാണ്. കാരണം ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നുണ്ടെങ്കിൽ നാളെ ആർക്കും ആരെയും ഒരു ഉദ്യോഗസ്ഥൻ്റെ കയ്യിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഗൗതം പറയേണ്ടത് ഒരു ഉദ്യോഗസ്ഥൻ തോക്കിലെ വെടിയുണ്ടൊക്കെ വരെ കണക്ക് കൊടുക്കണം, അതിൽ ഒരെണ്ണം കാണാനില്ലെങ്കിൽ കണക്ക് കൊടുക്കണം. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് നിന്ന് ഇത് യഥേഷ്ടം സംഭവിക്കുന്നു. ഇത് എൻകൗണ്ടർ കില്ലിംഗ് ആണെന്ന് പറയുന്നു, മുട്ടിന് താഴെ വെടിവെക്കാനാണ് നിർദ്ദേശമുള്ളത്. പക്ഷേ ഒട്ടും നിവൃത്തിയില്ലാത്ത സിറ്റുവേഷനിൽ മാത്രമേ വെടിവെക്കാവൂ എന്നാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടക്കണം. ഇത് ഇങ്ങനെ തന്നെ കൊടുക്കാനും പറ്റില്ല. കാരണം വിട്ടുകൊടുത്താൽ ഇത് പിന്നീട് ഉദ്യോഗസ്ഥർക്ക് എന്തും ചെയ്യാനുള്ള ഒരു തോന്നിവാസമായിട്ടുള്ള അധികാരം. അങ്ങനെ പിടിക്കാൻ പോകുമ്പോൾ അയാൾ വരാൻ കൂട്ടാക്കുന്നില്ല, അയാൾ പോലീസെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും? പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എൻകൗണ്ടർ നടത്തണമെന്നേ. പക്ഷെ ഇത് 17,300 വരുന്ന എൻകൗണ്ടറുകൾ പെർ ഡേ 5 വീതം എന്ന് പറഞ്ഞാൽ ഇത് എന്താ ഈ പറയണത്? 268 ഗ്യാങ്സ്റ്റേഴ്സിനെ വെടിവെച്ച് കൊന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ നമ്പറാണ് നമ്മൾ ഭയപ്പെടുത്തുന്നത്. ഓക്കെ, അങ്ങനെ ഗൗതം പറയുന്ന പോലെ ഡെയിലി 5 വീതം ഉണ്ടാവില്ലല്ലോ. റയറും റയറസ്റ്റും ആയിട്ടുള്ള കേസുകളിലൊക്കെ അത് വേണ്ടി വരും. ഇപ്പോൾ നാളെ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരുത്തൻ കത്തി കാണിച്ച് നിൽക്കുകയാണ്, അവനെ തലക്ക് തന്നെ ചിലപ്പോൾ വെടിവെച്ചിടേണ്ടി വരും. അതങ്ങനെ സിറ്റുവേഷൻസിലാണ്, അല്ലാതെ അവൻ ഓടിക്കളയണമെങ്കിൽ അവനെ മുട്ടിരാടി. സിറ്റുവേഷന് യു പിയിലെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ രൂപപ്പെടാനുള്ള കാരണം എന്താ? രൂപപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഗൗതം, അതിപ്പോൾ യു പിയിലോ ബീഹാറിലോ ഉത്തർപ്രദേശിലോ ഒക്കെ നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ ഒന്ന് യാത്ര ചെയ്താൽ ഇതിൻ്റെ കാഠിന്യം മനസ്സിലാവും. ആ കാഠിന്യം എന്താണെന്ന് വെച്ചാൽ ഗൗതം ഇപ്പോൾ ഒരു ഗുണ്ട സെറ്റപ്പുള്ള ഒരാൾക്ക് എത്ര രൂപ അല്ലെങ്കിൽ എത്ര വലിയ അസറ്റ് ഉണ്ടാവുമെന്ന് ഗൗതം വിചാരിക്കണേ. ഇവരുടെയൊക്കെ അസറ്റ് എന്ന് പറയുന്നത് കോടികളാണ്. ആ കോടികളുടെ അസറ്റ് എന്നൊക്കെ പറയുന്നത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ 100, 150, 200 പേരെയൊക്കെയാണ് ഇവർ ഓരോ മാസവും തീറ്റിപ്പോറ്റുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഗൗതം ഇത് കാണാനായിട്ട് വേറെങ്ങും പോകണ്ട. ഹിന്ദി സിനിമകളിലെ വില്ലന്മാരെയൊക്കെ ഉണ്ടല്ലേ, നമ്മൾ വിചാരിക്കണം ഇവർ വെറുതെ ഇമാജിനറി ആയിട്ട് ഉണ്ടാക്കണേന്നാണ്. അത് അല്ല. ഇപ്പോൾ പപ്പു യാദവ് എന്നൊക്കെ പറയുന്ന ഒരു വില്ലൻ, അദ്ദേഹം പിന്നീട് ഇലക്ഷൻ മത്സരിച്ച് എന്ത് ചെയ്തു, MLA ആയിരുന്നു. ഇത്തരത്തിലുള്ള ആളുകൾ പിന്നീട് ഇലക്ഷൻ മത്സരിച്ച് MLAയും മന്ത്രിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ മുതലക്കുളമുണ്ട്. ആ മുതലക്കുളത്തിലേക്ക് എന്ത് ചെയ്യും, ആളുകളെ കട്ട് ചെയ്തങ്ങ് ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞൊക്കെ, പിന്നെ തെളിവ് പോലും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് കേൾക്കുമ്പോൾ വിചാരിക്കും ഭയങ്കര എക്സാജറേഷൻ ആണല്ലോ എന്ന് വിചാരിക്കും. അല്ല, ഇത് യഥാർത്ഥത്തിൽ അങ്ങനെ ലോറിക്കും ബസ്സിനും ഒക്കെ കൊണ്ടുവരാൻ തക്ക ഗുണ്ടകളും അവരുടെ അഴിഞ്ഞാട്ടങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സ്റ്റേറ്റാണ് ഉത്തരേന്ത്യയിലെ മിക്ക സ്റ്റേറ്റുകളിലും. മനസ്സിലായോ? ഇപ്പൊ അതിൽ ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റുകളിൽ ഒന്നായിരുന്നു ഉത്തർപ്രദേശ്. അവിടെ ഈ ഭരണം എന്ന് പറയുന്നത് ഇവരുടെ കൈകളിലായിരുന്നു. ഇവരുടെ അടുത്ത പ്രശ്നം എന്താ വെച്ചാൽ ഈ ഗുണ്ടകളുടെ കൈകളിലായിരുന്നു ലോക്കൽ ഭരണങ്ങൾ മുഴുവൻ. ഇനി അടുത്ത പ്രശ്നം എന്താണെന്നറിയോ, ഇവർ പാർട്ടി മാറുന്ന ഒന്നും ജനം അറിയില്ല. ഇവർ ചിലപ്പോൾ ഇന്ന് കോൺഗ്രസിലായിരിക്കും, നാളെ BSP-യിലായിരിക്കും, തൊട്ടടുത്ത ദിവസം മുലായം സിംഗിന്റെ പാർട്ടിയിൽ ഈ പറയുന്ന പോലെ ആ പാർട്ടിയിലായിരിക്കും, തൊട്ടടുത്ത ദിവസം BJP-യിലായിരിക്കും. 2014 മുതലാണ് BJP ഭരിച്ചു തുടങ്ങുന്നത് പ്രധാനമായിട്ടും. അതിനു മുമ്പും ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്.
അല്ലെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അതിഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്? അല്ല, അതൊക്കെ സത്യമാണ്. അതൊന്നും നമ്മളിപ്പോൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഗൗതത്തിന് ഓർമ്മയുണ്ടാവും, ഞാനത് പേര് മറന്നു, ഒരു ഗുണ്ടയെ പിടിച്ചപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ കോടതിയിൽ നിന്ന് കൊണ്ടുവരുമ്പോഴത്തേക്കും തട്ടിക്കളഞ്ഞൊരു സംഭവമുണ്ട്. അതെ. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഏതാണ്ട് 150 അനുചരന്മാരും 150 കോടിയുടെ സ്വത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, ബിൽഡിങ്ങുകൾ, പെട്രോൾ ബങ്കുകൾ, ഇതൊക്കെയുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പോൾ നിങ്ങളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു 150 പേര്, 50 പേര്, 70 പേരൊക്കെ ചുറ്റും നിൽക്കുന്ന പോലെ തമിഴ്നാട്ടിലേക്ക് ഗുണ്ടകളുടെ സെറ്റപ്പൊക്കെ കണ്ടിട്ടില്ലേ? അതേപോലെ തന്നെയുള്ള സെറ്റപ്പാണ്. അവരെ എതിർത്തുകൊണ്ട് ഒരു പണിയും നടക്കില്ല. അവർ പലപ്പോഴും അവിടെ വരുന്ന ഏത് രാഷ്ട്രീയക്കാരാണോ ആ രാഷ്ട്രീയക്കാർ അവരെ കാണും. അത് ഇവരെ കൊണ്ട് അവർക്കും അവരെ കൊണ്ട് ഇവർക്കും ഗുണമുണ്ട്. ആ ഗുണത്തിൻ്റെ പുറത്താണ് ഇവർ നിൽക്കുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രദേശങ്ങളാണ് അതെല്ലാം തന്നെ. കാരണം ജനങ്ങൾക്ക് യാതൊരുവിധ അവകാശവും ഇല്ലാത്ത, ശരിക്കും പറഞ്ഞാൽ ഇവർ എന്തെങ്കിലും വൃത്തികേട് കാണിക്കാൻ വന്നാൽ പോലും അത് മിണ്ടാതെ കേട്ടുകൊണ്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ജനമാണ്. അത്രത്തോളം ഡെവലപ്ഡ് അല്ലാത്ത ജനമാണ് അത്. നമുക്കിപ്പോൾ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ടൊന്നും ആളുകളെ ബോധിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ ബീഹാറിലൊക്കെ എന്ന് പറഞ്ഞാൽ ഗൗതം പറയേണ്ടത് ഇന്നർ വെയർ മാത്രം ഇട്ട് കോണ കൊടുത്തൊക്കെ പറ്റേ ഇപ്പോൾ അതുപോലെ മാർക്കറ്റിലൊക്കെ പോകുന്ന ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്. അതായത് ഇനി വേറൊരു കഥ കൂടി പറയാം ഗൗതത്തിനോട്. ഇപ്പോൾ ഒരു ഉദാഹരണം കൂടി പറയാം, അതും കൂടി പറഞ്ഞാൽ ഇത് പൂർണ്ണമാവുള്ളൂ. നമ്മുടെ ഇവിടെ ഒരു സിനിമ തൊണ്ടി മുതൽ ദൃക്സാക്ഷിയിൽ അഭിനയിച്ചിട്ടുള്ള ഒരു CA ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഇവിടെ നിന്നൊരു ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇതുപോലെ ഉത്തരേന്ത്യയിൽ പോയിട്ടുള്ള ഒരു കഥ പറയുന്നുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. ആ കഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, അവിടെ ഒരു കള്ളന്മാരുടെ വലിയ ഒരു കോളനിയും ഗ്രാമമാണ്. അവർക്ക് ആകെ അറിയാവുന്ന ആ ജില്ലയാണ് ഏറ്റവും വലുത്. അതിനപ്പുറത്തേക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് പോലും അവർക്ക് അറിയില്ല. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഇവർ പിടിക്കപ്പെട്ടാനെ. കാരണം ഇവർ അവിടെ നിന്ന് ഒരുത്തനെ പൊക്കി നേരെ കൊണ്ടുവന്ന് ഇവരൊരു ഹോട്ടലിൽ റൂമെടുത്ത് താമസിക്കുകയാണ്. ആ ഹോട്ടലിൽ റൂമെടുത്ത് താമസിക്കുമ്പോൾ അവർ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചതിന് ശേഷം ഗൗതം അറിയേണ്ടത്, രാത്രി കിടന്നിട്ട് ചൂട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ടും ആ ഹോട്ടലിൽ വലിയ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇവരെന്ത് ചെയ്തു വെച്ചാൽ രാത്രിക്ക് രാത്രി ഈ ഹോട്ടലിൽ നിന്ന് തൊട്ടപ്പുറത്തൊരു ഹോട്ടലിലേക്ക് മാറി. ഇവർ ആ ഹോട്ടലിൽ നിന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്ന സീൻ എന്താണെന്നറിയോ? ഇവർ നേരത്തെ താമസിച്ചിരുന്ന ഹോട്ടൽ, അതാണ് ഇവർ മറ്റേ അവിടുത്തെ ലോക്കൽ പോലീസിനെ അറിയിച്ചത്. ആ ഹോട്ടലിൽ ചുറ്റും വളഞ്ഞുകൊണ്ടൊരു വലിയ ജനം കൂട്ടം നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ ബൈ ചാൻസിന് രക്ഷപ്പെട്ടു എന്നും നമ്മളെ എന്താണ് മമ്മൂട്ടിയുടെ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമയിൽ അല്ല, നമ്മൾ വിചാരിക്കുന്നത് ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം അവർക്കറിയില്ലെന്ന്, സംസ്ഥാനം അവർക്കറിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതുപോലെ വലിയൊരു എഴുത്തുകാരനുണ്ട് തമിഴിലൊക്കെ. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു കുലം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഇപ്പൊ മറ്റേ ഇത് പറയില്ലേ, നമ്മുടെ ഇവിടെ അല്ല, അതല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ഇവിടെ ഇപ്പൊ ഒരു ഈ ആശാരിപ്പണിക്കാർ, കാർപ്പൻറ്റേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പൊ അത്തരത്തിൽ പറയുന്ന പോലെ അവർ ബ്ലേഡിനെ ആരാധിക്കുന്നവരാണ്. എന്താണെന്നറിയാം, പോക്കറ്റടിയാണ് അവരുടെ കുലത്തൊഴിൽ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യ പോലൊരു രാജ്യത്ത് നിന്നുകൊണ്ട് നമ്മൾ വളരെ നിസ്സാരമായിട്ടൊക്കെ അത് തെറ്റ്, ഇത് ശരി, ഇത് തെറ്റ്, അത് ശരി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, അവരുടെ ഇപ്പോഴുമുള്ള ജീവിതത്തിൽ അവരെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ബ്ലേഡിനെയാണ്. കാരണം എന്ന് വെച്ചാൽ ബ്ലേഡ് വെച്ച് കീറിയിട്ട് പോക്കറ്റ് അടിക്കുക എന്നുള്ളത് കുലത്തൊഴിലാണ്. അതുപോലെ തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമം ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അവിടെ ഏറ്റവും നന്നായി കളവ് ചെയ്യുന്ന ആളുകൾക്കാണ് പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുന്നത്. ഈ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത സംഗതിയാണല്ലേ? അല്ല, ജനാധിപത്യമൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ജനാധിപത്യം കുറെ കൂടി സുന്ദരമാകണമെങ്കിൽ ആ ജനാധിപത്യ ബോധമുള്ള, അതിൻ്റെ അവകാശങ്ങളെക്കുറിച്ചും ഡ്യൂട്ടീസിനെ കുറിച്ചും ഒക്കെ ബോധമുള്ള ജനങ്ങളുണ്ടാകണം. അങ്ങനെ ജനങ്ങളുള്ള ഒരു രാജ്യം ഇന്ത്യ മുഴുവൻ മാറിയിട്ടില്ല. അല്ല, അങ്ങനെ ഇല്ലാത്ത കുറെ അധികം ജനങ്ങളുണ്ട്. അതായത് ഭ്രാന്തന്മാരായിട്ടുള്ള, താങ്കൾ ഇപ്പൊ സൂചിപ്പിച്ചതുപോലുള്ള അവരെ നിലക്ക് നിർത്തണമെങ്കിൽ, കൺട്രോളിൽ കൊണ്ടുവരണമെങ്കിൽ യോഗിയെ പോലുള്ള ഒരു ഭരണാധികാരിയുടെ ആവശ്യമില്ലേ? ഇത് രണ്ട് തരത്തിലും ചെയ്യണം. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ യോഗിയെ പോലൊരു ഭരണാധികാരി ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാത്രമല്ല ഒരു ജനതയെ നിലനിർത്തേണ്ടത്. ഇപ്പം UAE പോലുള്ളൊരു രാജ്യം, പോലുള്ളൊരു രാജ്യത്ത് പോയിട്ട് നമുക്ക് ചെറിയൊരു പ്രതിഷേധ പരിപാടിയോ പ്രൊട്ടസ്റ്റോ പോലും തെരുവിൽ നടത്താൻ പറ്റില്ല. ആ രാജാവിനെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്തിട്ട് തൂക്കിയെടുത്തിട്ട് പിടിയിടും. അതുപോലെ തന്നെ ചെറിയ ക്രൈം ചെയ്യുന്നവരെ തന്നെ തലയിറക്കുക, കൈയിറക്കുക, ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള ശിക്ഷാ നടപടികളാണ് അവിടെയൊക്കെ ഉള്ളത്. അപ്പം അതിനെയൊക്കെ മാതൃകയാക്കുകയാണോ ഈ യോഗിയൊക്കെ? അല്ല, അത് അവിടെയൊക്കെ ഭരിക്കുന്നത് എന്താണ് എന്നുള്ളത് കൂടി ഗൗതം മനസ്സിലാക്കണം. അവിടുത്തെ രാജാവിന് വന്ന് വോട്ടെടുപ്പ് നടത്തിയിട്ട് ജയിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായി? അവിടെ രാജാക്കന്മാരാണ് ഭരിക്കുന്നത്, രാജകുടുംബാംഗങ്ങളാണ് ഭരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് എന്ത് ചെയ്താൽ മതി, അവർക്ക് തലമുറകളായി മാറിക്കിട്ടുകയാണ്. അതുകൊണ്ട് അവർക്ക് തോന്നുന്ന പോലെ ചെയ്യാം. അതിൻ്റെ ഗുണമുണ്ട് ദോഷമുണ്ട്. കാരണം അവിടെ വളരെ ക്ലീനാണ്, അവിടെ ഇത് കൃത്യമാണ്. അവിടെ ഒരു പ്രൊജക്റ്റ് നടപ്പാക്കണം എന്ന് വിചാരിച്ചാൽ പുള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദിവസത്തിനകം തന്നെ നടപ്പിലാക്കും. യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ഈ ശ്രീധരനൊക്കെ അവിടെ എങ്ങാനും വേണ്ടി ജനിച്ചെങ്കിൽ പുള്ളി ഒരു താരമാവില്ല. കാരണം എന്താണെന്നറിയോ,
അവിടെ എല്ലാ പ്രൊജക്റ്റും പറയണ ദിവസത്തിനും തന്നെ അതെ നടക്കും. ഇവിടെയാണ് പറയണ ദിവസത്തിന് 3 വർഷം കഴിഞ്ഞിട്ട് കിടക്കുന്നത്. അതുകൊണ്ടാണ് പുള്ളി താരമായത്. അപ്പം ഞാൻ പറഞ്ഞത് അതിൻ്റെ ഗുണമുണ്ട് ദോഷമുണ്ട്. പക്ഷെ അത്ര സ്ട്രിക്റ്റ് ആവണം, അതുപോലെ രാജഭരണം വരണമെന്നൊന്നും ഞാൻ പറയില്ല. കാരണം അത് ഭരിക്കുന്ന രാജാവിനനുസരിച്ച് വലിയ തലവേദനകൾ ഉണ്ടാക്കും. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ UAE പോലുള്ള ഒരു സ്ഥലത്ത് ആ രാജ്യത്തിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്, ജനങ്ങൾക്കല്ല. പണിയെടുക്കുക, റൂമിലേക്ക് വരിക, തിരിച്ച് വീണ്ടും പണിയെടുക്കുക, ഇതാണ് അവിടുത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത്. ഇന്ത്യ അതല്ല. ഇന്ത്യയെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് രാജ്യത്തിനേക്കാളും കൂടുതൽ ജനങ്ങൾക്കാണ്. അല്ല, തീർച്ചയായിട്ടും രാജ്യം എന്ന് പറയുന്നത് മറ്റൊരു ഭൂപ്രദേശമോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫെസിലിറ്റീസോ മാത്രമല്ല, അതവിടുത്തെ ജനങ്ങളും ജനങ്ങളുടെ മനസ്സും കൂടിയാണ് ഗൗതം. അതങ്ങനെ തന്നെയാണ് വേണ്ടത്. അങ്ങനെ ജനങ്ങളുടെ മനസ്സ് ഇത്തരത്തിലുള്ള ഭ്രാന്തന്മാർ രൂപപ്പെടില്ല. അല്ല, ഭ്രാന്തന്മാരെ കുറച്ചും കൂടി ഡെവലപ്ഡ് ആക്കി കൊണ്ടുവരേണ്ടത് ആവശ്യമുണ്ട്. മനസ്സിലായോ? അതൊക്കെ അങ്ങനെ കൊണ്ടുവരാൻ കഴിയും. ഇപ്പോൾ അമേരിക്ക എങ്ങനെയാണ്? അമേരിക്കയിൽ 60-70% പേര് പുറത്തുനിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. അവിടെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ആളുകൾ, തദ്ദേശീയരായിട്ടുള്ള ആളുകളല്ല. പക്ഷെ അവരെ കൾച്ചറാക്കി കൊണ്ടുവരണം, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. വളരെ പ്രാകൃതമായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. ഏറെക്കുറെ ഇപ്പോഴും അത് പരിപൂർണമായിട്ടൊന്നും മാറിയിട്ടില്ല. അത് യാഥാർത്ഥ്യമാണ്. ആ മാറിയിട്ടില്ലാത്തതിൽ നിന്ന് മാറ്റമുണ്ടാകുന്നത് എങ്ങനെയാണ്? ഇപ്പം യോഗി ആദിത്യനാഥിൻ്റെ കുഴപ്പം എവിടെയെന്ന് വെച്ചാൽ ഇത് മാത്രം ചെയ്താൽ പോരാ. ഇപ്പോൾ ഒഡീഷ എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ ട്രൈബൽസ് ഒരുപാടുള്ള സ്ഥലമാണ്, ഗോത്രവർക്കാരുള്ള സ്ഥലമാണ്. അവിടെ 1500 രൂപയും 1000 രൂപയൊക്കെ ഓരോ വീടുകളിലേക്ക് കൊടുത്തുകൊണ്ട് കുട്ടികളെ ഹോക്കി കളിക്കാൻ വിടാൻ പറഞ്ഞു. ആ ഹോക്കി കളിക്കാൻ വിടാൻ പറഞ്ഞ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയൊക്കെയാണ് ഒരു ട്രൈബലിനെ തന്നെ അവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നത്. ഇന്ന് ഇന്ത്യൻ ഹോക്കി ടീമിൽ 40-ൽ 6 പേര് അവിടെ നിന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റ് പുതിയ കുട്ടികളിൽ ഉണ്ടാക്കിയെടുത്തുകൊണ്ടുകൂടിയേ ഇതെല്ലാം നമുക്ക് മാറ്റിമറിക്കാൻ സാധിക്കുള്ളൂ. അതായത് ഗുണ്ടരാജിനെ അടിമപ്പെട്ടു പോകുന്നതല്ല. നാളെ അവൻ പഠിച്ചവൻ വലിയ വിദ്യാസമ്പന്നനാണെങ്കിൽ അവൻ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? അവിടെ താമസിക്കുമ്പോഴത്തേക്ക് അവൻ ഇതിനെ ചോദ്യം ചെയ്യും. അപ്പം അത്തരത്തിൽ ഒരു കുറെ കൂടി ഒരു വെളിച്ചമുണ്ടാകുന്ന ജനതക്ക് അതുകൂടി പകർന്നു കൊടുത്തുകൊണ്ട് വേണം ഈ പണി നടത്താൻ. പക്ഷെ അത് ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ യോഗി അവിടെ ചെയ്യുമ്പോൾ കയ്യടി ഉണ്ടാകുന്നതിന്റെ കാര്യം നേരത്തെ ഉള്ള അവസ്ഥ അതിഭീകരമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആരാണ് അവസ്ഥ? അത് മുലായം സിംഗ് ആണെങ്കിലും ഇപ്പൊ മായാവതി ആണെങ്കിലും ഇത്തരത്തിലുള്ള ആളുകൾ ഭരിച്ചപ്പോഴൊക്കെ ഈ അവസ്ഥ തന്നെയായിരുന്നു. ഒരു സംശയമില്ല. അത് ഇപ്പൊ BSPയുടെ മായാവതി ആണെങ്കിലും അതുപോലെ തന്നെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? BJP മാത്രം ആരും കുറ്റപ്പെടുത്തിയില്ലല്ലോ. ഇത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇങ്ങനൊരു മുഖ്യമന്ത്രി ചെയ്യാൻ തുടങ്ങുന്നത് ഡേഞ്ചറാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനൊരു മുഖ്യമന്ത്രി ചെയ്യാൻ തുടങ്ങുമ്പോഴുള്ള പ്രശ്നം, നാളെ ഏത് ഉദ്യോഗസ്ഥനും നിയമം കയ്യിലെടുക്കാം. അതായത് ഗൗതം അവിടെ ചെന്ന് നിൽക്കുന്നു. അപ്പൊ ഗൗതത്തിന് അവിടെയുള്ള ഒരു കമ്മീഷണർ എന്ത് പറയാണ്, പുള്ളിയായിട്ട് സംസാരിച്ചു ഇഷ്ടപ്പെട്ടില്ല, തട്ടിക്കളഞ്ഞേക്കുന്നുണ്ട്, ഒരു ഗാങ്സ്റ്ററുടെ പേര് ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? LDFന്റെ ഭരണകാലത്ത് എന്തായിരുന്നു നക്സലുകൾക്ക് സംഭവിച്ചത്? നമുക്കറിയാമല്ലോ. LDFന്റെ ഭരണകാലത്ത് നക്സലുകൾക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ വളരെ വിഷാദമായി. ഇപ്പൊ ഈ ടോപ്പിക്കുമായിട്ട് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമില്ല. പോലീസ് ഏറ്റുമുട്ടലിൽ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വെടിവെച്ച് വന്നാണെന്നാണ് പറഞ്ഞത്. അത് LDFന്റെ ഭരണകാലത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പൊ CPM പോലും അതിനെ അനുകൂലിക്കുമെന്ന്. കാരണം എന്താ വെച്ചാൽ അന്ന് തന്നെ CPIനെ തള്ളി പറഞ്ഞതാണ്. കാരണം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞൊരാൾ കാര്യമാണ്. അതുപോലെ ഇനി CPM അല്ല, ഇനി ആര് ഭരിച്ചാലും കേരള പോലീസ് അങ്ങനെയൊക്കെ തന്നെ പെരുമാറും. കാരണം പോലീസിൻ്റെതായിട്ടുള്ള ഒരു നേച്ചറുണ്ട്, അവരുടെ ഒരു ഫോഴ്സ് ഉണ്ട്. അവർ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് അവരിങ്ങോട്ട് തിരിച്ച് വെടിവെക്കുന്നു, ഇവിടെ തലവേദനയാണെന്ന് പറയുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യും? അതുപോലെ തന്നെ റിയാക്ട് ചെയ്യും. അത് CPI അടക്കമെന്ന അഭിപ്രായം പറഞ്ഞതല്ല, അത് ശരിയായിട്ടുള്ളൊരു നിലപാടല്ല എന്ന് പറഞ്ഞതാണ്. അതെനിക്ക് തോന്നുന്നില്ല CPMനും ആ നിലപാടാണ്. പക്ഷേ CPM ആഭ്യന്തര വകുപ്പ് കയ്യിൽ വെച്ചുകൊണ്ട് ആ നിലപാടല്ലെന്ന് ഒറ്റടിക്ക് പറയാൻ പറ്റില്ല. അത് പിന്നീട് ആവർത്തിക്കപ്പെട്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് അതൊക്കെ സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞത് കേരളത്തിലടക്കം ഇത്തരത്തിൽ ഒന്നാമത്തെ പോലീസിനൊക്കെ അത്തരത്തിലുള്ള ഇതിലുള്ള നമ്മൾ പോലീസുകാർ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ട് ഇവിടെ ആരും മനസ്സിലാക്കും. നമ്മൾ എപ്പം നോക്കിയാലും പോലീസിനെ കുറ്റം പറയുകയാണ് ചെയ്യുക. പോലീസുകാർ നേരിടുന്ന ഒരു വെല്ലുവിളികളും അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളും ഉണ്ടല്ലോ. ഈ പോലീസുകാർ നേരിടുന്ന വെല്ലുവിളികളും പ്രശ്നങ്ങളും ഒക്കെ ആരും പറയാത്തത് എന്തുകൊണ്ടാണെന്ന് ഗൗതം വിചാരിച്ചു അറിയുമോ? ഗൗതത്തിന് അതെന്താണെന്നറിയോ? ഗൗതം എല്ലാ ആളുകളും വെല്ലുവിളികളും പ്രശ്നങ്ങളൊക്കെ എഴുതുന്നുണ്ട്. പക്ഷെ പോലീസ് നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് ആരും പറയാത്തതെന്ന് വെച്ചാൽ അവർ പ്രൊട്ടക്റ്റഡ് ആണ്. അവർക്ക് നിങ്ങളിപ്പോൾ ഒരു കാര്യം സംഭവിച്ചു, ഇപ്പോൾ സത്യം പറഞ്ഞാൽ 18 പേര് ഇപ്പോൾ ഉത്തർപ്രദേശിൽ പോലും മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ അവരുടെ വേറെ ആർക്കെങ്കിലും ജോലി കിട്ടുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അവരെ എന്ത് ചെയ്യുകയോ ചെയ്യുമോ, ഒരു ഭരണകൂടം അബ്സോർവ് ചെയ്യുകയോ ചെയ്യും. ഇതിൻ്റെ അർത്ഥം പോലീസുകാരെല്ലാം സുഖമായിട്ട് ജീവിക്കുന്നു എന്നുള്ള അർത്ഥത്തിലില്ല. കേരളത്തിലൊക്കെ പോലീസുകാരുടെ അവസ്ഥ വലിയ കഷ്ടമാണ്. കാരണം ഏതാണ്ട് 2-3 CIമാർ ഒളിച്ചു പോവുകയും പിന്നെ തിരിച്ചു വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ വർക്ക് പ്രഷർ ഭയങ്കര കൂടുതലാണ്. ആ കാര്യത്തൊന്നും ഞാൻ പറഞ്ഞു. പക്ഷേ ഇതൊന്നുമല്ല,
നമ്മൾ അങ്ങേയറ്റം നിസ്സഹായരായിപ്പോയ അങ്ങേയറ്റം ദുർബലരായിപ്പോയ ആളുകൾ ഇപ്പം തന്നെ നക്സലൈറ്റുകളെ വെടിവെച്ചു എന്ന് പറഞ്ഞാൽ ഗൗതം പറയുന്നത് നക്സലൈറ്റുകൾ എന്ന് പറയുന്നത് പൂവായിട്ട് അവിടെ നിന്നിട്ടല്ല വെടിവെച്ചത്, അവർ തോക്കുമായിട്ടൊക്കെ തന്നെ നിൽക്കണം. പക്ഷേ CPI എന്തുകൊണ്ടാണ് അതിനെ എതിർക്കണമെന്ന് ഗൗതത്തിന് അറിയൂ. എതിർക്കണ ഒറ്റ കാര്യം കൊണ്ടാണ്, അവരുടെ ഐഡിയോളജിക്കൽ ബേസ് എന്ന് പറയുന്നത് മനുഷ്യ നന്മയാണ്, അല്ലാതെ അവരുടെ എന്തെങ്കിലും വ്യക്തിപരമായ സൗകര്യത്തിനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടല്ല അത് ചെയ്യുന്നത്. പക്ഷേ ഈ മാർഗം തിരഞ്ഞെടുത്തത് തെറ്റാണ്. അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് പറയുന്നത്. അതിപ്പം മാവോവാദികളും മാവോയിസ്റ്റുകളും ഒക്കെ ഇത്തരം സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്. ഇപ്പൊ ബീഹാറിൽ ഒഡീഷയിലൊക്കെ കഞ്ചാവ് കൃഷി നടത്തുന്ന ആരാന്ന് ഗൗതത്തിന് അറിയാവുന്ന അത് ഇത്തരത്തിലുള്ള ആളുകൾ. നക്സൽ മുക്തമാക്കുക ഇന്ത്യ എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ വലിയ നയം. അല്ല, അത് ഏതാണ്ട് ഇപ്പൊ ആയിക്കഴിഞ്ഞു, ഏതാണ്ട് എല്ലാവരും കീഴടങ്ങിയിരിക്കുന്നു. അത് ഒരു പരിധി വരെ, ഞാൻ പറഞ്ഞ പൂർണ്ണമായിട്ടൊന്നും ഇല്ലാതാക്കാൻ ഒരു ഗവൺമെന്റിനും പറ്റില്ല, പക്ഷെ ഏതാണ്ട് ഒരു പരിധി വരെ അതിനകത്ത് വിജയിച്ചിട്ടുണ്ട്. അതിൽ ഒഴുക്കുപൊട്ടിയൊക്കെ കാണിച്ചിട്ടുണ്ട്, പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതൊന്നും ഇക്കാലത്ത് മാത്രം ഉണ്ടാകുന്നതല്ലെന്ന്. ഇപ്പം മിസോറാമിലേക്ക് ഇന്ദിരാഗാന്ധി എയർഫോഴ്സിന് ഉപയോഗിച്ച് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒരു രാജ്യം ഡെവലപ്പ് ചെയ്ത് വരുന്നതിനിടക്ക് ഇതൊക്കെ സംഭവിക്കും, ശരിയാണ്. സൗദി അറേബ്യ പോലുള്ള UAE പോലുള്ള രാജ്യങ്ങൾ എത്ര മനോഹരമായിട്ടാണ് അവിടെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. ആളുകൾ പണിയെടുക്കുന്നു, കുറെ അധികം സമ്പാദ്യം ഉണ്ടാക്കുന്നു, യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പൊ ചൈനയെ വിട്ടുള്ളത് അവിടെ ചൈനയുണ്ട്, അപ്പൊ ഇതിന്റെ പ്രശ്നം നോർത്ത് കൊറിയയുണ്ട്. നിങ്ങളൊരു ഏകാധിപത്യ സ്വഭാവമുള്ള ഒരാളുടെ കീഴിലാണെങ്കിൽ അതായത് രാജ്യത്തിന് ഡെവലപ്മെന്റ് ഉണ്ടാവും. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതേപോലെ തന്നെ വേണം നമ്മൾ പറയുന്നത്. അതായത് ഇന്ത്യ ഒരു ഏകാധിപത്യ, അതായത് ഡെമോക്രസി കൊണ്ട് എല്ലാ കാര്യങ്ങളും നടത്തിയെടുക്കാൻ പറ്റില്ല. അപ്പം കുറച്ചൊക്കെ ഏകാധിപത്യം വളരെയധികം അത്യാവശ്യമാണെന്ന് പറയുന്നവരുണ്ട്, പ്രത്യേകിച്ചും ഈ യോഗിയുടെയൊക്കെ കമ്പാരിസൺ ചെയ്തുകൊണ്ട്. ഇതെന്താണെന്നറിയാമോ, നമുക്ക് കുഴപ്പമുണ്ടാകുന്നവരെ നമുക്ക് ഈ ഏകാധിപത്യവും മറ്റേ ദുബായിലെ തെരുവുകളും അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ നഗരങ്ങളും ഒക്കെ നമുക്ക് വലിയ സന്തോഷമായിട്ടൊക്കെ തോന്നും. പക്ഷെ പ്രശ്നമുണ്ട്. അല്ല, കുറച്ച് ഏകാധിപത്യം വേണ്ടേ? അല്ല, എനിക്കൊക്കെ ഇടക്ക് തോന്നും ഇതെന്താണ് ഇങ്ങനെ തോന്നും, കൂടുതൽ ഓവർ ജനാധിപത്യമായി പോയെന്നൊക്കെ നമുക്ക് തോന്നും. അതൊന്നും അല്ല ഗൗതം ഇതിനുള്ള പരിഹാരം. ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് ഇതൊക്കെ വെറുതെ ആളുകൾ വിവരമില്ലാതെ പറയുന്നതാണ്. സ്വീഡനും ഡെൻമാർക്കും നോർവേയും US-ഉം UK-യും പോലെയുള്ള വലിയ രാജ്യങ്ങൾ കൂടിയുണ്ട്. ഒരു രാജ്യത്തെ ജനങ്ങളെ ആ കൾച്ചറിലേക്ക് കൊണ്ടുവന്ന് അത് അങ്ങനെ ആകാൻ പ്രേരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യവും ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് ഒരു രാജ്യത്തെ ജനങ്ങളെ വളരെ എഡ്യൂക്കേറ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുവന്ന് അവരെ പ്രോപ്പർലി എന്ത് ചെയ്യാൻ പറ്റും, ആ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതിനുവേണ്ടി ശ്രമിക്കാനുള്ള ആയിട്ടുള്ളൂ ഇന്ത്യക്ക്. ഇന്ത്യ അങ്ങനെ ഒരുപാട് ഡെവലപ്പ് ചെയ്തൊരു രാജ്യമാണ്. ഇപ്പോൾ കേരളമടക്കം അങ്ങനെ ഡെവലപ്പ് ചെയ്തൊരു രാജ്യമാണ്. മാറ് പറക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന, അമ്പലത്തിൻ്റെ ചുറ്റും കൂടി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന, ഡ്രസ്സ് ധരിക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്ന നഗരമാണ്. നമ്മൾ ഡെവലപ്പ് ചെയ്താണ്. ആ ഡെവലപ്പ് ചെയ്യാനുള്ള സമയം ഒത്തിരി എടുക്കും. ആ സമയത്തിന് മുമ്പ് ഒരു ഏകാധിപതി വന്നങ്ങാട് നേരെ ഓർഡർ ഇട്ടിട്ട് കിങ് ജോങ് ഉന്നിനെ പോലെയുള്ള ഭരണം എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അങ്ങനെയുള്ള വന്നാലുള്ള പ്രശ്നം നാളെ അതിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ പിന്മുറക്കാരോ വന്നിട്ട് നമ്മുടെ വീട്ടിലോ നമ്മുടെ ബന്ധുക്കളോടോ വൃത്തികേട് കാണിച്ചാലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മോശമായി പെരുമാറിയാലോ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അത് അന്നേരം അനുഭവിക്കുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, മനസ്സിലാവുള്ളൂ. ഓക്കെ, ഞാൻ പറയണ ഇപ്പോൾ അറബ് കൺട്രീസിലൊന്നും അങ്ങനെ സംഭവിക്കുന്നില്ല. പക്ഷെ എങ്കിൽ പോലും സംഭവിക്കാത്തത് ഏതാ അല്ല സംഭവിക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇപ്പം അവിടെ ഏത് രാജാവിനെതിരെ പ്രതിഷേധിക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ ഞാൻ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞത് സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രതിഷേധം നടത്താൻ പറ്റുമെന്നുള്ള അർത്ഥത്തിലല്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ അവരെ ഏതെങ്കിലും അവിടെയുള്ള ജനങ്ങളോടോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോടോ മോശമായി അല്ലെങ്കിൽ മര്യാദകേടായിട്ട് ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ ഇല്ലാതെ പെരുമാറുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പ്രശ്നം അപ്പം അതായത് അല്ല പറഞ്ഞു സാധാരണ ജനങ്ങളോട് പെരുമാറുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം അപ്പോഴും ഇപ്പോൾ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ എന്താ സംഭവിക്കുന്നത്, ഇപ്പോൾ ഒരു സ്കൂളിൽ നിന്ന് കുട്ടികൾ എന്ത് ചെയ്യുന്നു, തീ പിടിച്ചിട്ട് ഓടുന്നു എന്ന് പറയുമ്പോൾ ഹിജാബ് ധരിച്ചിട്ട് ഓടണം എന്ന് പറയുകയാണ്. മനസ്സിലായോ? ഇനി ഇത് കൂടാതെ ഇപ്പം നമ്മുടെ സൽമാൻ രാജകുമാരൻ തന്നെ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള നിരവധി ആളുകൾ പിടിച്ച് ജയിലിലിട്ടു, അമ്മാവന്മാരെയും ബാക്കിയുള്ള ആളുകളെയൊക്കെ. അപ്പോൾ അതൊക്കെയാണ് നല്ലതെന്ന് നമുക്ക് തോന്നേണ്ട ആവശ്യമില്ല. നമുക്ക് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട്. UK ഉണ്ട്, USA ഉണ്ട്, നോർവേ ഉണ്ട്, ഈ പറയുന്ന പോലെ സ്വീഡൻ ഉണ്ട്, ഡെൻമാർക്ക് ഉണ്ട്. ഇവിടെയൊക്കെ ജനാധിപത്യം ഉണ്ടെങ്കിലും അവിടെ എന്ത് ചെയ്യുന്നു, അവിടെയുള്ള ആളുകൾ അതനുസരിച്ച് പെരുമാറുന്നു. നമ്മൾ കേരളത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നുന്നൊരു കമ്പാരിസൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അറബ് കൺട്രീസ് ആണ്, UAE ആണ്. അല്ല, അതൊക്കെ ഈ പറയുന്നത് പോലെ ഇതൊക്കെ ആകാം. ഇപ്പം യോഗി ആദിത്യനാഥിനെയും ഏകാധിപതികളെയുമൊക്കെ എന്ത് ചെയ്യുന്നു, നമുക്ക് പിന്തുടരാൻ തോന്നുന്നതിൻ്റെ ചില പ്രശ്നങ്ങളാണ്. ജനാധിപത്യത്തെക്കാൾ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ജനങ്ങളെ ഒന്നും ഉപദ്രവിക്കാത്ത രാജാവ്. അപ്പൊ പിന്നെ അവിടെ പ്രതിഷേധത്തിന്റെ ആവശ്യമില്ല. ജനങ്ങളെ ഒന്നും ഉപദ്രവിക്കാത്ത എന്ന് പറഞ്ഞാലും
ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ രാജാവ് ഇനിയിപ്പോൾ അങ്ങനെ ഒരു നല്ലവനായ ഭരണാധികാരിയാണ് എന്ന് നമ്മൾ വിചാരിക്കും. ഇപ്പം മാവേലിയൊക്കെ ഭരിച്ചിരുന്ന പോലെയുള്ള ഭരണാധികാരിയാണെന്ന് വിചാരിക്കും. UAE സത്യം ഞാൻ പറയണേ. അപ്പം ഒരു രാജ്യത്തേക്കൊന്നും പോകണ്ട, അതൊക്കെ വലിയ തലവേദന ഉണ്ടാകും. അത് കാരണം എന്ന് വെച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. ഗൗതത്തിന് അറിയാഞ്ഞിട്ടാണ്. UAE രാജാവിനെ ഞാൻ ബഹുമാനിക്കും. അല്ല, UAE പല രാജാവിനെ കുറിച്ച് നമ്മൾ ഇവിടെ നിന്ന് അഭിപ്രായം പറഞ്ഞാൽ ഗൗതം വിചാരിക്കുന്നത് ഇത് കുഴപ്പമില്ലെന്നാണ്. നമ്മളിനി ആ രാജ്യത്തെ എപ്പോഴെങ്കിലും പോകേണ്ടി വന്നാലാണ് അതിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്. അല്ല, അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്ന ഒറ്റ കാര്യമുള്ളൂ. ഈ പറയുന്ന അതിന് ശേഷം വരുന്ന ആളെങ്ങനെയാന്ന് നമുക്ക് പറയാൻ പറ്റൂ? അതിന് ശേഷം ആരാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂ? ഗൗതം, ഏറ്റവും നല്ലത് ജനാധിപത്യപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. അതിന്റെ കാരണം നിങ്ങൾ 5 കൊല്ലമോ 4 കൊല്ലമോ 6 കൊല്ലമോ കഴിയുമ്പോൾ നിങ്ങൾ ജനങ്ങളോട് അക്കൗണ്ടബിൾ ആണ് എന്ന് പറയുമ്പോൾ അപ്പം തന്നെ നമ്മുടെ ഒരു ലൈസൻസ് കട്ട് ചെയ്യാണ്. നമ്മളൊരു മര്യാദക്കല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഇത് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. എന്നിട്ട് ഈ ജനാധിപത്യ രാജ്യങ്ങളിൽ കാണിക്കുന്ന പോക്കൃത്തരങ്ങൾ എന്തോരമുണ്ടെന്ന് നമ്മൾ ആലോചിക്കണം. അവരുടെ വെഞ്ചൻസും പ്രകയും പ്രതികാരവും കൊണ്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ആലോചിക്കണം. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഒരു രാജാവ് അല്ലെങ്കിൽ ചക്രവർത്തിയുടെ അധികാരവും കൂടി എടുത്തു തന്നാൽ എങ്ങനെയായിരിക്കും? അതല്ല ഇതിൻ്റെ പരിഹാരം. ഇതിൻ്റെ പരിഹാരം ജനങ്ങൾ, ഇപ്പം നമ്മളിവിടെ റോഡിൽ പോലും ഒരു കൃത്യമായിട്ടൊരു നിയമം ആളുകൾ പാലിക്കില്ല. അത് പാലിക്കാൻ വെറുതെ നിയമം കൊണ്ടുവന്നുകൊണ്ട് മാത്രം കാര്യമില്ല. പാലിക്കാൻ യഥാർത്ഥത്തിൽ സ്കൂൾ എഡ്യൂക്കേഷൻ മുതൽ അത് പാലിക്കാൻ പ്രേരിപ്പിക്കുന്ന, പഠിപ്പിക്കുന്ന നിരവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മറ്റൊരുത്തരെ റെസ്പെക്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് നോക്കി ഒരു ഇംഗ്ലീഷുകാരൻ ഒരിക്കലും ഒച്ചെടുത്ത് അലറി വിളിച്ച് സംസാരിക്കില്ല. എന്താ കാര്യമെന്ന് ഗോത്രത്തിനറിയോ? എന്താണെന്നറിയോ? എഡ്യൂക്കേഷൻ ഉണ്ട്. എഡ്യൂക്കേഷൻ കൊണ്ടല്ല, വളരെ സിമ്പിൾ ലോജിക്കാണ്. അതായത് നമ്മൾ അങ്ങനെ ഉറക്കെ സംസാരിച്ചാൽ അത് മറ്റൊരുത്തരുടെ ഡിസ്റ്റർബൻസ് ആകുമെന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് അവനത് ചെയ്യില്ല. മനസ്സിലായോ? അപ്പം അത് അങ്ങനെ ഒരു കാര്യം നമ്മൾ ഒരിക്കലും ശീലിക്കുന്നില്ല എന്നുള്ളതാണ്. ആ കൾച്ചറിലേക്കും ആ രീതികളിലേക്കും ഒക്കെ നമ്മൾ പതുക്കെ വന്നാൽ ഈ പ്രശ്നം മാറും. അല്ലാതെ ഒരു ഏകാധിപതി വന്ന് ഉത്തരവിട്ടിട്ട് ഇതെല്ലാം നന്നാക്കാമെന്നൊക്കെ വിചാരിക്കുന്നത് മൗഢ്യമാണ്. കാരണം അങ്ങനെ ഉത്തരവിടുമ്പോൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും സൗകര്യത്തിന് വേറെ ഉത്തരവ് പോകുന്ന അതിലും വലിയ തലവേദനയും. ഇതിൻ്റെയൊക്കെ നമ്മൾ ഇതിൽ കോടതിയെ മറന്നുപോയി. കോടതി, അതായത് പല കൊടിയ ക്രിമിനലുകളും അറസ്റ്റ് ചെയ്യപ്പെടുന്നു, കോടതിയിലെത്തുന്നു, ജയിലിലാക്കുന്നു, പിന്നീട് പുഷ്പം പോലെ ഇറങ്ങി നടക്കുന്നു. അപ്പം ഇത് അനുഭവിച്ച ആളുകളുണ്ടല്ലോ, ആ ആളുകൾക്കൊരു പകയുണ്ടാവും. എന്നെ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവൻ സുഖമായിട്ട് നടക്കും. അപ്പം അങ്ങനെയുള്ള ആളുകളെ, കൊടും ക്രിമിനലുകളെ എന്ത് ചെയ്യണം? കോടതികൾക്ക് വലിയൊരു ലിമിറ്റേഷൻ ഉണ്ട്. കോടതികൾ എന്ന് പറയുന്നതൊക്കെ തന്നെ ഈ പറയുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇപ്പോൾ കോടതികളിൽ ഒരു കേസെത്തി, പോലീസ് സഹകരിക്കുന്നില്ല, പോലീസ് കൃത്യമായിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നില്ല, പോലീസ് കൊടുക്കുന്ന തെളിവുകൾ മാത്രമേ അവർക്ക് ചോദിക്കാൻ പറ്റൂ. അല്ലാതെ കോടതി ഇറങ്ങിയിട്ട് നാളെ രാവിലെ ഒരു അന്വേഷണം നടത്താനൊന്നും പറ്റില്ല. ഗൗതത്തിന് അറിയാഞ്ഞിട്ടാണ്. ഇവിടെ 100%, ഞാനിപ്പോൾ അത് പറയുമ്പോൾ പ്രശ്നമാവും ചിലപ്പോൾ, 100% കൺവിക്ഷൻ കോടതികൾക്കുള്ള കേസുകൾ പോലും ചിലപ്പോൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്നുണ്ട്. കാരണം എന്താണെന്നറിയാമോ? അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന തെളിവുകൾ വേണം. ആ തെളിവുകൾ കണ്ടെത്താൻ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അധികാരികളും ഒക്കെ തയ്യാറായില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഇപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ നിർഭയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ട കേസിൽ തന്നെ 2 പേരെ വെറുതെ വിടേണ്ടി വന്നു. ഇനി കോടതിയിൽ ജസ്റ്റിസുമാർ എഴുതിയിട്ടുള്ള പല അനുഭവക്കുറിപ്പുകൾ, അവരുടെ ആത്മകഥകൾ ഇതൊക്കെ ഉണ്ട്, വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ചില കേസുകളിൽ അവർക്കറിയാം ഇവൻ കുറ്റവാളിയാണെന്ന്, ഇവൻ എന്താണെന്ന്, പ്രശ്നക്കാരാണെന്ന് അവർക്ക് 100% കൺവിക്ഷൻ ഉണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം അതിന് ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തെളിവ് ഇല്ല. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു കൾമിനേഷൻ ഓഫ് ലോട്ട് ഓഫ് എന്നാണ്, ഒരുപാട് കാര്യങ്ങളുടെ ഒരു കൾമിനേഷനാണ് ഒരു ശിക്ഷ വിധിക്കുക എന്ന് പറയുന്നത്. 5-6 വയസ്സുള്ള പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിച്ച ആളുകൾ പോലും സുഖമായിട്ട് പാട്ടും പാടി തെരുവിലൂടെ നടക്കുകയാണ്. ഞാൻ ഗൗതത്തിനോട് തിരിച്ചൊരു കാര്യം പറയാം. ബലാത്സംഗ കേസിൽ, പോക്സോ കേസിൽ പെട്ടിട്ടുള്ള പ്രതികളെ പോലും ചില കോടതികളെങ്കിലും വെറുതെ വിടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്താണെന്നറിയാമോ? 25-30 വയസ്സുള്ള ജീവിതം ഒരുപാട് ബാലൻസ് ഉണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ജയിലിലായിട്ട് ഇവന് ജയിലിലാക്കുന്നതിനാ എന്തെങ്കിലും മാനസാന്തരം വരും, അവൻ എന്തെങ്കിലും മാറ്റം വരും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവന് ജയിലെന്ന് പറയുന്നത് സുഖവാസ കേന്ദ്രമാവുകയും പുറത്തു വന്നിട്ട് വീണ്ടും അതിലും വലിയ പരിപാടികൾ ചെയ്യുന്ന രീതിയിലേക്ക് ആളുകൾ മാറുക ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത്, ഇങ്ങനെയുള്ള ആളുകൾക്ക് യോഗി ആദിത്യനാഥ് അല്ലേ വേണ്ടത് എന്ന് നമ്മൾ അതുകൊണ്ട് ചിന്തിച്ചു പോകുന്നില്ല. ഇതൊക്കെ തെറ്റായിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. ഈ ഗൗതം ഇതൊക്കെ മറന്നുപോയിട്ടാണ്. ഗൗതം ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറഞ്ഞ ഒരാളെ കേട്ടിട്ടുണ്ടല്ലോ. ഈ ജെഫ്രി എപ്സ്റ്റീന് ജയിൽവാസം വിധിച്ചിരുന്നു. എങ്ങനെയാണ് ജയിൽവാസം എന്നറിയോ? അറിയോ? ആഴ്ചയിൽ 12 മണിക്കൂർ പുള്ളിക്ക് ഓഫീസിൽ പോകാന്നുള്ളതായിരുന്നു.
ഒറ്റക്കൊരു റൂമായിരുന്നു, അവിടെ ടെലിവിഷൻ ഉണ്ടായിരുന്നു, അവിടെ വിസിറ്റേഴ്സിന് അലോ ചെയ്തിരുന്നു. അങ്ങനെയാണ് ജെഫ്രി എപ്സ്റ്റീനെ എന്ത് ചെയ്തിരുന്നത്, വിധിച്ചിരുന്നത്. മറ്റ് പല ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ, നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഇതുപോലെയുള്ള പല രാജ്യങ്ങളിലും ഗൗതം അറിയേണ്ടത് കുറച്ച് നാളൊക്കെ ജയിലിടും, അത് കഴിയുമ്പോൾ പറഞ്ഞു വിടും. അല്ലാതെ അവിടെ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളുകളില്ല. ഇനി ചില സ്ഥലങ്ങളിലെ രാജ്യങ്ങളിലെ ജയിലുകളുടെ ഫോട്ടോ ഗൗതം എടുത്ത് കാണണം, ഗൗതം ഞെട്ടിപ്പോവും. ഗൗതം വിചാരിക്കും വല്ല ലക്ഷറി സ്ഥലങ്ങളാകുമായിരിക്കും. അപ്പോൾ അത്തരത്തിൽ പല രാജ്യങ്ങളിലും എന്ന് വെച്ചാൽ ഇപ്പം ലക്ഷദ്വീപിൽ എന്തില്ല, ജയിലിൽ ഒരാൾ പോലും കിടക്കുന്നുണ്ടായില്ല ഒരു ഘട്ടത്തിൽ. അപ്പം അത്തരത്തിലുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കുകയാണ് ഗൗതം അവസാനത്തെ കാര്യം എന്ന് പറയുന്നത്. അതിലേക്ക് എങ്ങനെ നീക്കാമെന്ന് ആലോചിക്കുകയല്ലാതെ മറ്റേ ഭരണവനെയൊക്കെ എന്ത് ചെയ്തു, ശരിയാണ് ഒരാൾ ഈ പറഞ്ഞ പോലെ കൊച്ചിനെ പീഡിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, തെളിവുകളില്ലാത്തതുകൊണ്ട് പുറത്തിറങ്ങി കൂളായിട്ട് നടക്കുന്നു, അവൻ എന്ത് ചെയ്തേക്കാം, നമുക്കങ്ങ് വെടിവെച്ചിട്ടേക്കാം എന്ന് പറഞ്ഞാൽ അത് കാട്ടുനീതിയാണ്. അങ്ങനെ വെടിവെച്ചിട്ടേക്കാമെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അനുകൂലിക്കാൻ പറ്റില്ല. ശരിയാണ്, കേൾക്കുമ്പോൾ നമുക്ക് കയ്യടിക്കാനൊക്കെ തോന്നും. ഇപ്പൊ എൻകൗണ്ടർ കില്ലിങ് നടത്തിയിട്ടുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇല്ല, അവർക്ക് ഭയങ്കര കയ്യടിയാണ് ഇന്ത്യയിൽ കിട്ടിയിട്ടുള്ളത്. കയ്യടി കിട്ടാൻ എനിക്കൊന്ന് പറയാം. പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നാളെ ഇവർക്ക് വിരോധം തോന്നുന്ന ഒരാളോട് ഇവർക്ക് കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു സിനിമ, ആ സിനിമയിൽ ഒരു അന്വേഷണത്തിനായിട്ട് കേരളത്തിലെ പോലീസുകൾ UP-യിലേക്ക് പോവുകയായിരുന്നു. ഈ പിടിക്കാനായിട്ട് പോകുന്ന പ്രതികളിൽ നിന്ന് ഇവർ നേരിടുന്ന, ഈ പോലീസുകാർ നേരിടുന്ന ഒരു വലിയ ദുരനുഭവമാണ് അവർ പറയുന്നത്. ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഗുണ്ടകളുള്ള ഒരു പ്രദേശത്ത് അത്രയും വലിയ, സാർ നേരത്തെ പറഞ്ഞ പോലുള്ള വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത ഭ്രാന്തന്മാരായിട്ടുള്ള ഒരു സമൂഹത്തിനിടയിൽ പോലീസുകാർക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവർ ഭ്രാന്തന്മാരാണെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഇതൊന്നും എങ്ങനെയാണ് തെറ്റല്ലാതായി മാറിയത് എന്നുള്ളതൊക്കെ നമ്മൾ വലിയ വിഷയമാണത്. എങ്ങനെ ചിന്തിക്കണം. ഒരു ഗൗതം അറിയണത് ഒരുത്തനിൽ നമ്മൾക്കിപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുത്തൻ ജീവിക്കുകയാണ്, അവനൊരു ഉള്ളിൽ അവനൊരു ക്രിമിനൽ വാസനയുണ്ട്, അവനൊരു സൈക്കോപാത്ത് ക്രിമിനലാണ് എന്ന് പറഞ്ഞാൽ അവനെ നമുക്ക് ശിക്ഷിക്കാം. പക്ഷേ ഗൗതം അറിയേണ്ടത് ഒരു 5000 പേര് താമസിക്കുന്ന, അല്ലെങ്കിൽ 500 പേര് 500 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയ മുഴുവൻ എങ്ങനെയാണ് ഒരു ക്രിമിനലുകളായി മാറുന്നതെന്നൊക്കെ പഠിക്കണം ഗൗതം. അല്ലാതെ ലാസ്റ്റ് ആ 500 പേരെ അങ്ങ് വെടിവെച്ച് വന്നേക്കാന്നൊന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ അവർ തോക്കൊടുക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്നും എനിക്ക് നല്ല ധാരണയുണ്ട്. അല്ല സാറിനെ ഒരാളെ പ്രതിയെ പിടിക്കാൻ പോകുമ്പോൾ പോലീസുകാർക്ക് ഇതൊക്കെ പഠിക്കാൻ പറ്റും? പോലീസുകാർക്ക് ഇതൊന്നും പഠിക്കാൻ പറ്റില്ല. അവരെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവര് റിവോൾവർ എടുത്തിട്ട് പോലീസുകാർക്ക് ഇതൊന്നും പഠിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, പോലീസ് ഇവിടെ നിന്ന് ഉത്തരേന്ത്യയിൽ പോയിട്ട് ഗൗതം പറയുന്ന പോലെ റിവോൾവർ ഒന്നും എടുക്കാൻ പറ്റൂല. കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ഇരിക്കണ മറ്റേ 3mm റിവോൾവർ, മറ്റേ 6 ബുള്ളറ്റുള്ള റിവോൾവർ ആണെങ്കിൽ അവരുടെ ഇരിക്കണ AK-47 അതുകൊണ്ട് ഗൗതം അറിയേണ്ടത് അങ്ങനെയൊന്നും ഇവർക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം എനിക്ക് എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചാൽ ഈ പോലീസുകാരടക്കം പലരുടെയും അനുഭവക്കുറിപ്പുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഗൗതം പറഞ്ഞ പോലെ കണ്ണൂർ സ്കോഡിനൊക്കെ ഉള്ള പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. അതിലൊക്കെ സത്യത്തിൽ അവരുടെ നെഞ്ചുറപ്പുകൊണ്ടാണ് അവർ ആ കാര്യം ചെയ്തെടുക്കണേ. കാരണം എന്താണെന്നറിയാമോ, വളരെ തന്ത്രപരമായ ഇടപെടലുകളിലൂടെയാണ്. അല്ലാതെ ഗൗതം ഉദ്ദേശിക്കുന്ന പോലെ അവിടെ ചെന്നൊരു എൻകൗണ്ടർ, കാരണം ഇവരിൽ ആകെ ഉള്ളത് ഒരു ലാത്തിയും പിന്നെ ഈ പറഞ്ഞ പോലെ ഇത്രയുള്ള അരച്ചാൻ പിസ്റ്റളുമാണ്. അവിടെ ഇവരിത് എടുക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യും, 150 മറ്റേ തോക്ക് അവിടെ നിന്ന് വരും. അവിടെയുള്ള തോക്ക് എന്നൊക്കെ പറഞ്ഞ് ഇതിനേക്കാൾ വലിയ വെപ്പൺസ് ആണ് അവരുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് ഈ പല ഗ്യാങ്സ്റ്ററുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തേക്കുന്ന തോക്കുകൾ ഏതൊക്കെയെന്ന് അറിയാമോ ഗൗതം? ഇന്ത്യയിലും ലോകത്തിലും കിട്ടാവുന്ന ഏറ്റവും മോസ്റ്റ് ഈ പറഞ്ഞ പോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് ആണ്. അപ്പൊ അതുകൊണ്ട് അതൊന്നും നടക്കില്ല. ഞാൻ പറഞ്ഞത് അവരുടെയൊക്കെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഇതുപോലെയുള്ള എൻകൗണ്ടർ കില്ലിങ്ങുകളെ ഈ ഒന്നാമത്തെ ആലോചിച്ച് നോക്കണം. ഒരു 500 എണ്ണാണ് 2017 മുതൽ 2026 വരെ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. ഇപ്പൊ എത്ര എണ്ണമാണ്? 17,000-ലധികം. അല്ല, 17,000-ലധികം എൻകൗണ്ടറുകൾ നടത്തി. 5 എണ്ണം അധികാരത്തിലേക്ക് വന്നിട്ട് പെർ ഡേ 5 എണ്ണം. അപ്പൊ ഈ ക്രിമിനൽസ് എത്രമാത്രം പവർഫുൾ ആണെന്നുള്ളതാണ് തെളിയിക്കുന്നത്. ക്രിമിനൽസ് 298 ക്രിമിനൽസിനെ വെടിവെച്ചു വന്നേക്കണം. 11,000 പേര് അപകടത്തിലാണ്. എന്റെ സംശയം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയല്ല, ഈ കൂട്ടത്തിൽ ശരിക്കാണ് ചിലപ്പോൾ ഒരു 150 പേര് ക്രിമിനൽസ് യഥാർത്ഥത്തിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുക. എന്റെ വിശ്വാസം ഈ ഉദ്യോഗസ്ഥർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും കാശ് മേടിച്ചിട്ട് ഇതുപോലെ എൻകൗണ്ടർ കില്ലിങ് നടത്തുക 100 പേര് 50 പേരുണ്ടെങ്കിൽ നമ്മളെങ്ങനെ അറിയും? എങ്ങനെ അറിയും അവൻ ഇന്ന ഗ്യാങ്സ്റ്റർ ആയിരുന്നു എന്ന് പറഞ്ഞ് എങ്ങനെ അറിയും? അതുകൊണ്ട് അത് അങ്ങനെ ഒരു കാര്യം എന്ന് പറയുന്നത് വലിയ അരാജകത്വത്തിലേക്ക് നയിക്കും. അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് വലിയ പ്രശ്നമാണ്. എന്ത് ചെയ്യും പോലീസുകാരെന്ത് ചെയ്യും? പോലീസുകാരെന്ത് ചെയ്യും? പിന്നെ പോലീസുകാരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നിയമപരമായി തന്നെ ഇവർ ഒതുക്കാൻ പറ്റുന്ന ഫോഴ്സാണ് ഈ ഇന്ത്യൻ സംസ്ഥാനത്തുള്ള ഏത് പോലീസും. ഇനി യോഗി ആദിത്യനാഥാണ് വിചാരിക്കണമെന്നുണ്ടെങ്കിൽ മോദിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BSF അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതുപോലെ സൈനികരെ പോലും വിട്ടുകൊടുക്കും. ഇപ്പൊ തന്നെ ഇത് എൻകൗണ്ടർ ആയി മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഞാനൊരു ഇന്ന സ്ഥലത്തൊരു ആളുണ്ട്, എനിക്ക് വേണ്ട ആളുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നു, വരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ വിളിച്ചാൽ വരില്ല.
വിളിച്ചാൽ വരില്ല എന്ന് മാത്രമല്ല, പിന്നെ ഇവയാളെ സംരക്ഷിക്കാനായിട്ട് കുറേ അധികം ആളുകൾ ചുറ്റും കൂടും. അന്നേരം ഇവിടെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് ഒരു എൻകൗണ്ടർ രൂപപ്പെടുന്നത്. ഈ വിളിച്ചാ വരില്ല എന്നുള്ളത് വരൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരില്ലല്ലോ. ഇവരെ വരൂന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസുകാരും വിളിക്കില്ല. ഇവരെ കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് ഇവരെ എന്ത് ചെയ്യലാണ്, എൻകൗണ്ടർ ചെയ്ത് കൊടുക്കലാണ്. ആ ചെയ്തു കൊടുക്കാനായിട്ട് ഇവർ പലതരത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്, ഗ്യാങ് വാറുകൾ ഉപയോഗിക്കാറുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇത് ബോധപൂർവമായി ചെയ്യുന്നൊരു കാര്യമാണ്. ഇത് ഞാൻ തിരിച്ച് കോർത്തോട് ചോദിക്കുന്നത്. അപ്പോൾ ഇതങ്ങ് അനുവദിച്ചു കൊടുത്താൽ പിന്നെ ഇവിടെ നിയമം എന്തിനാ, കോടതി എന്തിനാ? അല്ല, അത് ഒരു പ്രദേശത്തിന്റെ ടെറൈൻ അനുസരിച്ച്. അല്ല, ടെറൈൻ അനുസരിച്ച് അപ്പൊ ഇന്ത്യയുടെ നിയമങ്ങൾ മാറ്റി കൊടുക്കുക. അതായത് ഇപ്പൊ കൊച്ചിയിൽ കുറെ പേരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചി പോലീസ് കമ്മീഷണർക്ക് എന്ത് ചെയ്യും, എൻകൗണ്ടർ നടത്തിക്കൊന്നു. ഇത്തരത്തിലുള്ള ആളുകൾ കൊച്ചിയിലില്ല, കേരളത്തിലില്ലെന്നേ. കൊച്ചിയിൽ കേരളത്തിലൊക്കെ ഇതുപോലെയുള്ള ആളുകളൊക്കെ തന്നെ ഉണ്ട്. കാശ് മേടിച്ച് കൊട്ടേഷൻ ചെയ്യുന്ന ആളുകൾ കൊച്ചിയിലില്ലേ, കേരളത്തിലില്ലേ? എന്താ ഗൗതം പറയണ? ഇവിടെ ഒരു പോലീസുകാരൻ കൊച്ചിയിലെ ഒരു ക്രിമിനലിനെ പിടിക്കാനായിട്ട് പോകുന്നു. എത്ര ക്രിമിനലുകൾ തോക്കെടുത്തിട്ട് പോലീസിന് നേരെ ചൂണ്ടും? കൊച്ചിയിലാ എത്ര പേര്? ഞാൻ പറഞ്ഞ 1-2 പേരുണ്ടാവും. എത്ര പേര്? ഇതിന്റെ എണ്ണം പക്ഷേ ഉത്തർപ്രദേശിൽ. ഇവിടെയുള്ള ക്രിമിനലുകൾക്ക് ബോധമുള്ളതുകൊണ്ട് ക്രിമിനലുകൾക്ക് അറിയാം ഒരുത്തനെ വേണമെങ്കിൽ വെടിവെച്ചിടാം, പക്ഷെ അടുത്തവരെ വെടിവെച്ചിടാൻ പറ്റില്ല. അറിയാവുന്നതുകൊണ്ടാണ് പോലീസ് സംവിധാനത്തോടും ഒക്കെ സിസ്റ്റത്തോടൊക്കെ കുറച്ചും കൂടി എന്താണ് ഒരു റെസ്പെക്റ്റും ഭയവും ഒക്കെ ഇവിടെയുള്ള ആളുകൾക്കുണ്ട്. മറ്റു സ്ഥലങ്ങളിൽ അതില്ല. മറ്റ് സ്ഥലങ്ങളിൽ അതൊക്കെ ഉണ്ട്. ഗൗതം അറിയേണ്ടത് അതൊന്നും ഇല്ലാത്തതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം മുഖ്യമന്ത്രിയും മന്ത്രിയും ഒക്കെ ഞങ്ങളുടെ ആളാണെന്നുള്ള തോന്നലുള്ളതുകൊണ്ടാണ്. ഈ സംഭവം അങ്ങാട് യോഗി ആദിത്യനാഥ് ഒരു പരിധി വരെ പിൻവലിച്ചു എന്നുള്ളതിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. പക്ഷേ ഈ കണക്കുകൾ ഇപ്പം അദ്ദേഹം വന്നു, ആദ്യത്തെ അധികാരത്തിലേറി ഒരു 3 കൊല്ലം ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും ഇപ്പം എന്ന് പറഞ്ഞാൽ 9 കൊല്ലമായിട്ട് 17,000-ത്തിലധികം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5 വീതം ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ വലിയ അരാജകത്വമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതങ്ങനെ തന്നെ നടന്നോട്ടെ എന്ന് ഒരു കാരണവശാലും വിചാരിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറയുന്ന പോലെ ഇത്തരത്തിലുള്ള സിറ്റുവേഷന് കയ്യടി കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവിടെ ഇവരുടെ ഭരണമായിരുന്നു, ഇപ്പം അതൊക്കെ കുറച്ചുകൂടി ഫ്രീ ആയി എന്നുള്ളതാണ്. ഗവൺമെന്റിനെതിരെ ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്ന തോന്നൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഗുണ്ടകളൊക്കെ തന്നെ രാഷ്ട്രീയത്തിൽ കയറി MLA ഒക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ല. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അല്ലാതെ ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. നാളെ യോഗി ആദിത്യനാഥ് ഇത് ചെയ്തു, ഇനി വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലുള്ള ഭരണാധികാരിക്കും ഇവിടെ ഇതുപോലെ തന്നെയാണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞ് ചെയ്താൽ വലിയ ഡേഞ്ചർ ആയിട്ട് ഇന്ത്യയെ ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു, അവിടെ ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സിറ്റുവേഷൻ കൊണ്ട് ജനത്തിന്റെ കയ്യടിയും അദ്ദേഹത്തിന് കിട്ടിയിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കുറെ അധികം ഗുണ്ടകളും ഒരു സേഫ് സോണായിട്ട് UP മാറിയിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം. കുറെ അധികം ഗുണ്ടകൾ ഗൗതത്തിന് അറിയാൻ വേണ്ടി പറയാം, കുറെ അധികം ഗുണ്ടകൾ നാടും വിട്ടോട്. അവര് ഡൽഹിയിലേക്കും മറ്റു പല സ്ഥലങ്ങൾ, അത് സീരിയസ്ലി പറഞ്ഞ ഗൗതം ഉദ്ദേശിക്കുന്ന തമാശല്ല. അവരുടെ ഓപ്പറേഷണൽ പ്ലേസ് ഉണ്ടല്ലോ, അത് മാറ്റി വേറെ. കാരണം യോഗി ഉണ്ട്, ഡേഞ്ചർ ആണ് എന്നുള്ളത് മനസ്സിലായി.